ഗ്രാമജ്യോതി ന്യൂസിലേക്ക് സ്വാഗതം. നിറപറ മലയാളത്തിന്റെ മഹാരുചി. പെരുമ്പാവൂരിൽ വിജിലൻസ് ചമഞ്ഞ് വീട്ടിൽ കവർച്ച നടത്തിയ കേസിൽ മുഖ്യപ്രതി അബ്ദുൽ ഹാലിം പിടിയിൽ. കളമശ്ശേരി ബസ് കത്തിക്കൽ കേസിലും ഇയാൾ പ്രതിയാണ്. തടിയന്റെ വിട നസീർ സംഘത്തിലെ അംഗമായിരുന്നു ഇയാൾ. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനാണ് കവർച്ചയെന്നും പോലീസ് സംശയിക്കുന്നു. ഹാലിം അടക്കം 4 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയും കെ എം മാണിയും ഒരേ തൂവൽ പക്ഷികളാണെന്ന് PC ജോർജ് MLA. ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടാണ് മാണി UDF വിട്ടതെന്നും ഉമ്മൻചാണ്ടി ഒളിച്ചുകളി അവസാനിപ്പിച്ചില്ലെങ്കിൽ കോൺഗ്രസ് രക്ഷപ്പെടില്ലെന്നും 2 മാസത്തിനകം കേരളത്തിൽ പുതിയ മുന്നണി സമാഖ്യം വരുമെന്നും PC ജോർജ് കൂട്ടിച്ചേർത്തു. കശ്മീർ വിഷയത്തിൽ രാഷ്ട്രീയ പരിഹാരമാണ് വേണ്ടതെന്ന് സുപ്രീം കോടതി. ജുഡീഷ്യൽ ഇടപെടലുകൾ കൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ സാധിക്കില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. കശ്മീർ സംഘർഷം സംബന്ധിച്ച പൊതു താൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു കോടതി. ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ 5 മാസം ബാക്കി നൽകിയ സംസ്ഥാനത്ത് പ്രചരണം തുടങ്ങി. BSP അധ്യക്ഷ മായാവതി ആഗ്രയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. BJPക്ക് ദളിത് വിരുദ്ധ മനോഭാവമാണെന്ന് ആരോപിച്ച മായാവതി ഭീകരതയുടെയും ലവ് ജിഹാദിൻ്റെയും പേരിൽ മുസ്ലിം സമുദായത്തെ ദ്രോഹിക്കുകയാണെന്നും ആരോപിച്ചു. നവാഗതനായ രതീഷ് കുമാർ സംവിധാനം ചെയ്ത് ആസിഫ് അലി നായകനാകുന്ന തൃശിവ പേരൂർ ക്ലിപ്തം എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ പോസ്റ്റർ പുറത്തിറങ്ങി. PS റഫീഖ് തിരക്കഥ എഴുതിയ ചിത്രത്തിൽ നായികയാകുന്നത് അപർണ ബാലമുരളിയാണ്. ചെമ്പൻ വിനോദ്, ബാബുരാജ്, ടിനി ടോം എന്നിവരാണ് മറ്റു താരങ്ങൾ.